എക്സൈറ്റ്മെൻറ്റ് ഡേ ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ്. എന്നാ സൂപ്പർ ഒരു ദിവസമാണ് കടന്നുപോയത്. റിസൾട്ട് ഇപ്പോഴും വന്നിട്ടില്ല. ഇംഗ്ലണ്ടിന് ഈ മാച്ച് ജയിക്കണമെങ്കിൽ 35 റൺസ് വേണം. ഇന്ത്യക്ക് ഈ മാച്ച് ജയിക്കണമെങ്കിൽ 4 വിക്കറ്റ് എടുക്കണം. എനിക്ക് തോന്നുന്നു നാളെ ഒറ്റ കൈ വെച്ച് ക്രിസ് വോക്സ് ബാറ്റ് ചെയ്യാൻ വരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഹാരി ബ്രോക്കും റൂട്ടും കൂടെ ചേർന്ന് ഇന്ത്യയുടെ ബോളർമാരെ തല്ലി തരിപ്പണമാക്കി. ഹാരി ബ്രോക്കിൻ്റെ വിക്കറ്റ് പോകുന്നു. ടീ കഴിഞ്ഞ് ഇന്ത്യയുടെ ബോളർമാർ ഒരു എനർജി ആയിട്ട് വരുന്നു. എന്നാ സൂപ്പറായിട്ട് ബോൾ ചെയ്യുന്നു. അവിടെ ജേക്കബ് ബദേലിനെ പറഞ്ഞു വിടുന്നു, റൂട്ടിനെ പറഞ്ഞു വിടുന്നു. ഇൻഫോം പ്ലെയർ അവിടെ സെഞ്ചുറി അടിച്ച് നിന്ന റൂട്ടിനെ പറഞ്ഞു വിടുന്നു. ബോൾ നോക്കുവാണെങ്കിൽ 2 രീതിയിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നു. 2 സൈഡിലോട്ടും സൈഡ് വേസ് മൂവ്മെൻ്റ് ആയാലും ഇൻസിങ് ആയാലും ഔട്ട് സ്വിങ് ആയാലും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളെ ചതിച്ചു മഴ. വിക്കറ്റ് പോകുമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കുമായിരുന്നു. അവിടെ വിക്കറ്റ് പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ടായിരുന്നു. ഇന്ത്യ പഴയ ബോളിനെ സൂപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പുതിയ ബോൾ എടുക്കാൻ കേവലം ഇനി 3 ഓവർ കൂടെ മതിയായിരുന്നു. എന്നാൽ ഇന്ത്യ പഴയ ബോളിനെ സൂപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ മഴ നമ്മളെ ചതിച്ചതാണോ നമ്മളെ രക്ഷിച്ചതാണോ എന്ന് എനിക്കറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു മഴ നമ്മളെ ചതിച്ചോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നമുക്ക് നല്ല രീതിയിൽ ബോളിന് മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ ഇംഗ്ലണ്ടിൻ്റെ മേൽ കുതിച്ച് കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. ഏത് സമയം വേണമെങ്കിലും അവിടെ സ്മിത്തിൻ്റെ വിക്കറ്റ് പോകുമായിരുന്നു, ഓവർട്ടൻ്റെ വിക്കറ്റ് പോകുമായിരുന്നു. ഓവർട്ടനെക്കാട്ടിൽ വേണ്ടത് നമുക്ക് സ്മിത്തിൻ്റെ വിക്കറ്റായിരുന്നു. സ്മിത്തിൻ്റെ വിക്കറ്റ് അവിടെ പോകാമായിരുന്നു. അത്രമാത്രം പ്രഷറിലോട്ടായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ 2 ബാറ്റർമാർ പോയിക്കൊണ്ടിരുന്നത്, ഇംഗ്ലണ്ടിൻ്റെ ഡ്രസ്സിംഗ് റൂം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ മഴ വില്ലനായിട്ട് മാറി. ഇനി ഇംഗ്ലണ്ടിന് 35 റൺസ് വേണം. അങ്ങനെ 5ാമത്തെ ടെസ്റ്റും നോക്കുവാണെങ്കിൽ എല്ലാ ടെസ്റ്റും ഡേ 5 വരെ പോയി. ഡേ 4ഓ ഡേ 3ഓ ഇതുവരെ ഒരു ടെസ്റ്റ് നമ്മൾ കളിച്ചില്ല. എല്ലാ ടെസ്റ്റും ഡേ 5 വരെ കളിച്ചു. നാളെയും ഡേ 5 കളിക്കാൻ വരണം. മേ ബി ഒരു 10 ഓവർ ഒരു 15 ഓവർ നാളെ എറിയും. അപ്പോഴത്തേന് ഏകദേശം ഡിസൈഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ആര് ജയിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇംഗ്ലണ്ടിന് 70% ചാൻസും ഇന്ത്യക്ക് ഒരു 30% ചാൻസും ഞാൻ ഇപ്പം കൊടുക്കുന്നുള്ളൂ. ഇന്നലെ നോക്കുവാണെങ്കിൽ ഇന്ത്യ ആയിരുന്നു ഫേവറേറ്റ്സ്. പക്ഷേ ഇന്ന് ഇന്ത്യ ചില മിസ്റ്റേക്ക് ആവർത്തിച്ചു, വലിയൊരു മിസ്റ്റേക്ക് ആവർത്തിക്കുന്നു. ഹാരി ബ്രോക്കിൻ്റെ ക്യാച്ച് നമ്മൾ കൊണ്ട് കളയുന്നു. ഹാരി ബ്രോക്ക് നമ്മളെ തല്ലി തരിപ്പണമാക്കി നമ്മുടെ ഇന്ത്യയുടെ ബോളർമാരെ. ഇന്ത്യയുടെ ക്യാപ്റ്റൻ്റെ കോൺഫിഡൻസ് മൊത്തം എടുത്ത് കളഞ്ഞു. ഇന്ത്യയുടെ ക്യാപ്റ്റൻ വന്ന് ഫീൽഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കാൻ തുടങ്ങി. അവർ ഈസി ആയിട്ട് സ്കോർ കണ്ടെത്താൻ തുടങ്ങി. സിറാജ് സാറ് കൈവിട്ട് കളഞ്ഞത് ക്യാച്ചാണോ മാച്ചാണോ എന്നുള്ളത് നാളെ ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറിനകത്ത് അറിയാൻ കഴിയും. ആർക്കെങ്കിലും ആ ഒരു ക്യാച്ച് പിടിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അതിൽ ഒന്നാമത്തെ ആൾ സിറാജ് സാർ തന്നെയായിരുന്നു. ആ ഒരു മിസ്റ്റേക്ക് അറിയില്ലാന്ന് എത്രമാത്രമാണ് നമുക്ക് ഹേറ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത്. സെയിം ഹാരി ബ്രോക്ക് ജയ്സ്വാളിൻ്റെ ക്യാച്ച് കൊണ്ട് കളയുന്നു 20 റൺസിൽ. ജയ്സ്വാൾ വന്നിട്ട് 100 എടുക്കുന്നു. ഹാരി ബ്രോക്ക് പറയാം, ഞാൻ ഇന്നലെ ഒരു ചാൻസ് കൊണ്ട് കളഞ്ഞു എൻ്റെ ടീമിനെ ജയിക്കാനുള്ളൊരു ചാൻസ്, അതുകൊണ്ട് എനിക്ക് 100% കൊടുക്കണം. ഞാൻ എന്താണോ കളിക്കുന്നത് ക്ലാസും പ്ലസ് അഗ്രസീവും, ക്ലാസ് പ്ലസ് അഗ്രസീവായിട്ട് വന്ന് സൂപ്പറായിട്ട് കളിക്കുന്നു. ഇന്ത്യയുടെ കയ്യിൽ നിന്ന് നോക്കുവാണെങ്കിൽ മാച്ചിനെ ഇപ്പം 35 റൺസ് അകലെ കൊണ്ടുവച്ചു ഇംഗ്ലണ്ടിന് ജയിക്കാൻ. ഹാരി ബ്രോക്കും ജോ റൂട്ടും കൂടെ ചേർന്നു. എന്നാ സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് അറിയാമോ? ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് മാച്ച് കൊണ്ടുപോയി. ഇന്ത്യയുടെ ബോളർമാരെ തല്ലി തരിപ്പണമാക്കി കളഞ്ഞു. ഒരേ ചാനൽ തന്നെ എറിയാൻ അവരെ സമ്മതിച്ചതില്ല. നോക്കുവാണെങ്കിൽ കൃഷ്ണയൊക്കെ വന്ന് 7 മീറ്റർ 8 മീറ്റർ ലെങ്തിലൊക്കെ എറിഞ്ഞുകൊണ്ടിരുന്നത്. ഒരു രീതിയിൽ ലൈൻ കിട്ടുന്നില്ലായിരുന്നു. ആകാശ്ദീപ് വന്ന് നിരാശപ്പെടുത്തുന്നു. സിറാജ് നോക്കുവാണെങ്കിൽ വിക്കറ്റ് കിട്ടുന്നില്ല. അതുപോലെ മാച്ചിനെ കംപ്ലീറ്റ് എടുത്തുകൊണ്ട് പോയി. ആണെങ്കിൽ ഇന്ത്യയുടെ ബോളർമാർ തളർന്നു. ഇനി എറിയാൻ പറ്റത്തില്ല, ഇനി ഒരു ഓവർ പോലും എറിയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നോക്കിക്കേ, അവിടെ ഒരു വിക്കറ്റ് പോയപ്പോഴത്തേന് കളി തിരിയക്കം കണ്ട. ലഞ്ചിന് പിരിയുമ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്കോർ 164-ൽ 3, 210 റൺസോളം വേണം. ഞാൻ വിചാരിച്ചു എത്ര എടുക്കും മാക്സിമം പോയാൽ, ഒരു 100 റൺസ് കൂടെ മാക്സിമം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഹാരി ബ്രോക്കും റൂട്ടും കൂടെ ചേർന്ന് സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. എന്നാ സൂപ്പർ പ്ലെയറാണ് രണ്ടും. ഹാരി ബ്രോക്ക് സത്യം പറഞ്ഞാൽ 25-26 വയസ്സേ ഉള്ളൂ. എന്നാ മാച്ചാണ് കളിക്കുന്നതെന്ന് അറിയാമോ? വല്ലാത്തൊരു ടാലൻ്റ് തന്നെ. എന്നാ ക്ലാസ് പ്ലെയറാണ്. അഗ്രസീവ് ക്രിക്കറ്റ് എങ്കിൽ അഗ്രസീവ്, ക്ലാസ് എങ്കിൽ ക്ലാസ്, സൂപ്പർ ബാറ്റിംഗ്. പിന്നെ റൂട്ടിൻ്റെ കാര്യം പറയണ്ടല്ലോ, ഇന്ത്യക്കെതിരെ എപ്പോഴും നല്ലൊരു പെർഫോമൻസ് തന്നെ കാഴ്ചവെക്കുന്നത്. ഇന്ത്യക്കെതിരെ 12 സെഞ്ചുറി നേടിയത്. അപ്പം തന്നെ മനസ്സിലാക്കാം റൂട്ട് ആരാണ് ഇന്ത്യക്കെതിരെയെന്ന്. ട്രാവസ് ഹെഡ് നമുക്കൊരു ഹെഡേക്കാണ്, അതുപോലെയാണ് റൂട്ട് നമുക്കൊരു ഹെഡേക്ക് തന്നെയാണ്. അതിന് ഓഡിയയിലായാലും ടെസ്റ്റിലായാലും. സോ ഇത് നോക്കുവാണെങ്കിൽ നമ്മളൊരു ഫാസ്റ്റ് ബോളറെ മിസ് ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ ടീമിൽ 8 വരെ ബാറ്റിംഗ് കുത്തി നിറച്ചു വെച്ചു. നമ്മളൊരു ഫാസ്റ്റ് ബോളറെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരാളെ അഷ്ദീപിനെ ഇട്ടുകൂടായിരുന്നു നമുക്ക് ടീമിൽ. ഗ്രീനായിട്ടുള്ള സർഫസിൽ ഇംഗ്ലണ്ട് ടീം ആൾറെഡി ഒരു ദിവസം മുമ്പേ ടീമിനെ ഡിസൈഡ് ചെയ്തു. അവർ ഒരു സ്പിന്നറെ പോലും ടീമിലിട്ടില്ല. അവർ 4 ഫാസ്റ്റ് ബോളറുമായിട്ട് പോയി. നമ്മുടെ ടീം 3 ഫാസ്റ്റ് ബോളറുമായിട്ട് വന്നു. 8 വരെ ബാറ്റിങ്ങിന് സ്ട്രെങ്ത് കൂട്ടി. എന്നിട്ട് നമുക്കൊരു 400 റൺസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. 8 വരെ ബാറ്റിങ്ങിന് സ്ട്രെങ്ത് ഉണ്ട്, എന്നിട്ട് നമുക്ക് 400 റൺസ് ഒരു കണ്ടെത്താൻ കഴിഞ്ഞില്ല. 20 വിക്കറ്റ് എടുത്താലേ നമുക്ക് മത്സരം ജയിക്കാൻ കഴിയത്തുള്ളൂ. ചിലപ്പോൾ എനിക്കറിയില്ല നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. പക്ഷേ ടീം സെലക്ഷൻ നോക്കുവാണെങ്കിൽ വളരെ റോങ് ആയിരുന്നു. കുൽദീപിനെ കളിപ്പിക്കേണ്ട സ്ഥാനത്ത് കുൽദീപിനെ കളിപ്പിച്ചില്ല. ഷാർദുൽ താക്കൂറിനെ കളിപ്പിക്കേണ്ട സ്ഥലത്ത് ഷാർദുൽ താക്കൂറിനെ കളിപ്പിച്ചില്ല.
ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഷാദുൽ താക്കൂറിനെങ്കിലും ടീമിൽ ഇട്ടുകൂടാൻ. ബോളർമാർക്ക് അല്പമെങ്കിലും റിലാക്സ് കിട്ടിപ്പോയനെ, ഒന്ന് റെസ്റ്റ് കിട്ടിപ്പോയനെ. ഇത് നോക്കുവാണെങ്കിൽ 3 ബോളർമാരെയൊക്കെ റൊട്ടേറ്റ് ചെയ്ത് എറിയിക്കേണ്ട ഒരു അവസ്ഥ ഗില്ലിന് വരുന്നു. സ്പിന്നർമാർക്ക് ഒരു രീതിയിൽ ബെനിഫിറ്റ്സ് ഇല്ലാത്തൊരു പിച്ച്. ഇംഗ്ലണ്ട് ഒരു സ്പിന്നറെ പോലെ ഇട്ടിട്ടില്ലല്ലോ. അവർക്കറിയാം, അവരാണല്ലോ പിച്ച് ഒരുക്കുന്നത്, അവരാണല്ലോ ക്യൂരേറ്ററിൻ്റെ അടുത്ത് പറയുന്നത് ഇന്ന പോലെ ഒരു പിച്ച് വേണമെന്ന്. ഒരു ദിവസം മുമ്പേ അവരുടെ ടീം അനൗൺസ്മെൻറ്റ് ചെയ്തു. സോ എന്നിട്ട് നമുക്ക് മനസ്സിലായില്ല, നമ്മൾ 3 ഫാസ്റ്റ് ബോളർമാരും 8 പ്രോപ്പർ ബാറ്ററുമായിട്ട് പോയി 400 റൺസ് പോലും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നമ്മൾ നോക്ക് ഇവിടെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുകയാണ്. സിറാജ് നോക്കുവാണെങ്കിൽ 5 ടെസ്റ്റാണ് കളിച്ചത്, 5 ടെസ്റ്റ് കളിച്ചു. സിറാജ് എത്രമാത്രം ടയർഡാണെന്ന് നോക്കിക്കേ. ആകാശ്ദീപ് നോക്കുവാണെങ്കിൽ എഡ്ജ്ബാസിൽ നമ്മളെ വിജയിപ്പിച്ച ആളാണ്. നോക്കുവാണെങ്കിൽ അത്ര ഒരു ഫിറ്റായിട്ട് തോന്നുന്നില്ല. കൃഷ്ണ വരുന്നു, ഫസ്റ്റ് സെഷനിലും 2ാമത്തെ സെഷനിലും അടി കൊള്ളുന്നു. 3ാമത്തെ സെഷനിലോട്ട് വരുമ്പോൾ കൃഷ്ണ സൂപ്പറായിട്ട് ബോൾ ചെയ്യുന്നു. ഒരേ ചാനൽ തന്നെ ബോൾ ഹിറ്റ് ചെയ്തെറിയുന്നു. സൂപ്പർ ബോളിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. അവിടെ റൂട്ടിൻ്റെ വിക്കറ്റ് എടുക്കാൻ കൃഷ്ണയ്ക്കായി, അതുപോലെ തന്നെ ബത്തേലിൻ്റെ വിക്കറ്റ് എടുക്കാനായി. കൃഷ്ണയുടെ ഓരോ ബോളിലും അവസാനത്തെ സെഷനിൽ ഇപ്പം വിക്കറ്റ് വരും എന്നുള്ള രീതിയിലാണ് കൃഷ്ണ ബോൾ ചെയ്തത്. സിറാജ് നോക്കുവാണെങ്കിൽ സൂപ്പറായിട്ട് ബോൾ ചെയ്തു, പക്ഷേ വിക്കറ്റ് കിട്ടുന്നില്ല. ഒരു ഫാസ്റ്റ് ബോളറും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കളി വേറെ ആയിപ്പോയത്. ഈ ടീമിനെയൊക്കെ ആരാ സെലക്ട് ചെയ്യുന്നത്? ഗൗതം ഗംഭീറും ഗില്ലും കൂടെ ചേർന്നാണോ? സത്യം പറഞ്ഞാൽ ഗില്ല് തീരുമാനിക്കണം എൻ്റെ പ്ലേയിങ് ഇലവൻ ഇതായിരിക്കണം. ഗൗതം ഗംഭീറിൻ്റെ റോൾ ടീമിന് വേണ്ട കോച്ചിങ് കൊടുക്കുക, നിർദ്ദേശം കൊടുക്കുക, ടീമിനെ വിജയിപ്പിക്കാൻ പഠിക്കുക. ശുഭ്മൻ ഗിൽ എന്നൊരു ക്യാപ്റ്റൻ ടീമിനെ തീരുമാനിക്കണമായിരുന്നു. ഈ ടീമിൽ എന്തുകൊണ്ടും അർഷ്ദീപ് സിംഗ് വേണമായിരുന്നു. നമ്മൾ തീർച്ചയായിട്ടും ഒരു ഫാസ്റ്റ് ബോളർ ഇവിടെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സീരീസ് നോക്കുവാണെങ്കിൽ ഇന്ത്യ ഒട്ടും പുറകിലല്ലായിരുന്നു. സൂപ്പറായിട്ട് ഇന്ത്യ കളിച്ചു. നമ്മൾ 100 എടുത്തു, നമ്മുടെ പ്ലേയേഴ്സ് എല്ലാം 100 എടുത്തു, നമ്മുടെ ബോളർമാർ വന്നിട്ട് വിക്കറ്റ് എടുത്തു, 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി. ഇംഗ്ലണ്ടിൽ നോക്കുവാണെങ്കിൽ 2 പേരാണ് 5 വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കിയത്, ബെൻ സ്റ്റോക്കും അൻകിൻസനും. അത് അവസാനത്തെ കളിയിലാണ് അൻകിൻസൺ വരുന്ന 5 വിക്കറ്റ് എടുക്കുന്നത്. ഇന്ത്യയുടെ ബോളർമാർ ബുംറ വന്ന് 2 വട്ടം 5 വിക്കറ്റ് നേട്ടം എടുത്തു, സിറാജ് എടുത്തു, ആകാശ്ദീപ് എടുത്തു. സോ നമ്മൾ എവിടെയായിരുന്നു പുറകിൽ? ടീം സെലക്ഷനിലായിരുന്നു നമ്മൾ പുറകിൽ. നമ്മൾ ഓരോ പിച്ചിന് അനുസരിച്ചുള്ള ടീമിനെ അല്ല നമ്മൾ എടുത്തത്. നമ്മൾ വളരെ ഡിഫെൻസീവായിട്ട് പോയി. നമ്മൾ 8 വരെ ബാറ്റിംഗ് കുത്തി നിറച്ചു. നമുക്ക് ലോഡ്സിൽ 193 റൺസ് എടുക്കാൻ കഴിഞ്ഞില്ല. 8 വരെ ബാറ്റിംഗ് ഉണ്ടായിരുന്നു, എന്നിട്ടും 193 റൺസ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് 20 വിക്കറ്റ് എടുക്കാൻ കഴിയാതെ പോകുന്നു. 1ാമത്തെ ടെസ്റ്റ് നമ്മൾ തോറ്റല്ലോ, ലീഡ്സിൽ നമ്മൾ തോറ്റു. എന്താ? നമുക്ക് 20 വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. സോ എനിക്ക് തോന്നുന്നു തളർന്ന ഒരു ബോളർമാർ. സിറാജ് 5 ടെസ്റ്റുകളും കളിച്ചു. ആകാശ്ദീപ് ഇഞ്ചുറിക്ക് ശേഷം തിരിച്ചു വരുന്നു. കൃഷ്ണ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, ചില ബോളൊക്കെ നല്ല ലൈനിൽ എറിയും, ചില ലൈൻ നോക്കുവാണെങ്കിൽ മോശം ലൈനിൽ എറിയും. അറിയില്ല ഈ ടെസ്റ്റിൻ്റെ റിസൾട്ട് എങ്ങോട്ടാണ് പോകുന്നതെന്ന്. ഒരു ഇന്ത്യൻ ഫാൻ എന്ന രീതിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യ ജയിക്കട്ടെ എന്ന്, പക്ഷേ അറിയാൻ പറ്റത്തില്ല. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു ഇംഗ്ലണ്ട് തന്നെയാണ് ഫേവറേറ്റ്സ്. 70% ചാൻസ് ഇംഗ്ലണ്ടിനും 30% ചാൻസ് ഇന്ത്യക്ക് ഞാൻ കൊടുക്കുന്നു. സോ നാളത്തെ ഒരു 1 or 2 ഓവറിൽ അറിയാം ആര് ജയിക്കും ഈ ടെസ്റ്റ് എന്നുള്ളത്.